നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ കൂട്ടുകാരി അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദർശേട്ടൻ തന്നെയാണ് ആ കുടുംബത്തിനായാലും അത് കണക്കിന് ബിസിനസ് ആയാലും നോക്കി നടത്താനാണെങ്കിൽ അധികാരമുള്ളത് ആ ആദർശേട്ടൻ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ മറ്റുള്ളവർ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി സ്വന്തം സുഖവും സന്തോഷവും മാറ്റി വയ്ക്കുന്ന ഒരു ആളാണൊക്കെ നമ്മൾ നവ്യയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കൂട്ടുകാരി അടുത്ത്. നവ്യയുടെ കൂട്ടുകാരിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ യാത്ര എന്ന് നീ നിർത്താൻ പോകുന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നവ്യ പറയുന്നുണ്ട്, അതിന് ഞാൻ അബിയുടെ അവൻ്റെ ആ നാശം എനിക്ക് കണ്ട് അവൻ്റെ കണ്ണിൽ നിന്നാണെങ്കിൽ ചുടു ചോര വരുന്നത് എൻ്റെ കണ്ണിൽ എനിക്ക് കാണണം. അതിന് ശേഷമേ ഞാൻ ഈ യാത്ര ഞാൻ നിർത്തത്തോളം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ അബിയാണെങ്കിൽ അവന്തികയുടെ അടുത്ത് പറയുന്നുണ്ട്, എയിം ജ്വല്ലറി തകരുന്നത് കണ്ടിട്ട് അവൾ ഭർത്താവുമായിട്ട് രാജകീയമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി അവൾ ആഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ നോക്കിക്കോ, അച്ഛനാണെങ്കിൽ അതിനൊന്നും അച്ഛൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ നോക്കിക്കോ, അച്ഛനാണെങ്കിൽ ആദർശിനെയും അതുപോലെ നയനെയും നന്ദുവിനെയും ഒക്കെ ആണെങ്കിൽ വെറുതെ വിടത്തില്ല. അച്ഛൻ വേണ്ടത്ര രീതിയിൽ അച്ഛൻ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ നോക്കിക്കോ എന്നൊക്കെ നമ്മൾ അഭി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്ന. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.